എന്തോന്നാണ് വലിയ ആലോചന രാവിലെ തന്നെ? ആലോചന മണി ഈ പോക്ക് ശരിയല്ല. ആരുടെ? നമ്മുടെ പിള്ളേരുടെ ഇങ്ങനെ വാശിയും ദേഷ്യമൊക്കെ കാണിച്ചത് ശരിയല്ല. ഇപ്പൊ തന്നെ അവരാരോട് എന്തൊക്കെ പറയണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. കൊച്ചു പിള്ളേരോട് പോലും എങ്ങനെ സംസാരിക്കുന്നത് കണ്ടോ? അതെ, നിന്റെ ആംഗ്ലയുടെയൊക്കെ വാശിയും സ്വഭാവം തന്നെ കിട്ടിയിട്ടുള്ളത്. ദിവ്യേട്ടന് കുറച്ചിൽ കേട്ടാത്തൊന്നും ഞാനും എന്റെ ആംഗ്ലെ നാട്ടുകാരോട് അങ്ങോട്ട് ചെന്ന് അടി ഉണ്ടാക്കണമെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നീ ഓർത്തു നോക്ക്, ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര നാളായി? ഇതിനിടയ്ക്ക് എന്തുമാത്രം വഴക്ക്, പോലീസ് കേസ്. ഇതിൻ്റെയൊക്കെ കാര്യം എന്താ അറിയുമോ? നിന്റെ ആംഗ്ലയുടെ പിടിവാശിയാണ്. എന്തോന്ന് നിങ്ങളെ പോലെ ഗാന്ധി മാർഗം സ്വീകരിച്ച് അടി ഇരന്ന് വാങ്ങാനൊന്നും ഞങ്ങളെ കിട്ടൂല. ഗാന്ധി മാർഗോ? ഞാൻ ഗാന്ധി മാർഗത്തിലാണെന്ന് നിന്റെ താര് പറഞ്ഞു? എന്നല്ലേ? എടി നിനക്കറിയാമോ, പണ്ട് നമ്മുടെ നാട്ടില് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മാടനട ക്ഷേത്രത്തില് കൊടിയേറ്റിൻ്റെ അന്ന് കരക്കാർ തമ്മിൽ എന്തോ പ്രശ്നം നടക്കുമ്പോൾ ഒരു കണ്ണൻ എന്ന് പറഞ്ഞൊരു ഗുണ്ടയല്ല ആക്ച്വലി, പക്ഷെ ഒരു കിടിലോണവൻ. അങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ആറടി പോക്കും, അവൻ്റെ കൈയൊക്കെ ഈ വണ്ണമുണ്ട്. അവ പറഞ്ഞാൽ ഇട്ടുകന്നുണ്ടല്ല, ഇരിപ്പതാണ്. എന്തോ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തർക്കം വന്നപ്പോൾ അവൻ മേൽശാന്തി പിടിച്ചൊന്ന് തള്ളി. മേൽശാന്തി താഴെ വീണ് പടവെന്നൊരു അടി കേട്ട് കണ്ണൻ താഴെ കിടക്കണ്. പക്ഷെ താഴെ കിടന്നിട്ട് അവൻ പേടിച്ചു ഇങ്ങനെ എന്നെ ഒരു നോട്ടം നോക്കി. എന്തിന്? ഇടി മന്ദബുദ്ധി, മനസ്സിലായില്ലേ ഇത്ര ഞാൻ പറഞ്ഞിട്ടും? അവനെ അടിച്ച ആര്? ഈ പാറവിള വീട്ടില് രവീന്ദ്രൻ. പിന്നെ പക്ഷെ കണ്ണനെ പിന്നെ അതിന് ശേഷം ആ ഏരിയ കണ്ടിട്ടില്ല. പക്ഷെ അടി അത് ഓർക്കാൻ വയ്യ. നിങ്ങൾ എന്തിനാ അത് ഓർക്കണേ? അല്ല, ഞാൻ പറഞ്ഞത് അന്ന് മുതൽ ഞാൻ ഈ ഒരു പ്രശ്നത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നവനാണ്. മനസ്സിലായ? ഈ കഥ ചിന്നു പറഞ്ഞിട്ട് പക്ഷെ ഈ രീതിയിലല്ല, വേറെ രീതിയിൽ പറഞ്ഞു കേട്ടതായിട്ട്. ചിന്നുവിനൊന്നും അറിഞ്ഞൂടാ, ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചിന്നു പറഞ്ഞ വേറെ വല്ലായിരിക്കും. ഇത് ചിന്നുവിനൊന്നും ആർക്കും അറിഞ്ഞൂടാ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണ് രാവിലെ രണ്ടുപേരും ഭയങ്കര തള്ളാണല്ലോ? മക്കളെ, നിന്റെ അച്ഛനെ പണ്ട് വലിയ ഗുണ്ടായിരുന്നു. നാട്ടുകാരെ അടിച്ചടിച്ച് മടുത്ത് വെറുത്തപ്പോഴാണ് പിന്നെ അത് നിർത്തിയെന്ന്. ഞാൻ ഗുണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഗുണ്ടേ? പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണം, സീരിയസ് ആയിട്ട് പറയണം. കുറച്ച് ഒതുങ്ങണം. നിങ്ങളുടെ ഈ ദേഷ്യവും ഭാഷയൊക്കെ കളയണം. അല്ലാതെ അമ്മയുടെ മാമന്റെ സ്വഭാവം കാണിക്കില്ലേ? ആ രീതിയിലുള്ള സംസാരം ഒന്നും പാടില്ല കേട്ടോ. സംസാരിച്ചു പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണ്. പൊതുവേ ഉള്ള ഒന്നുമില്ല. ഞങ്ങൾ ആരടുത്ത് അങ്ങോട്ട് പോയി അടി ഉണ്ടാക്കാനൊന്നും പോറില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാ വെറുതെ വിടൂല. പിന്നെ പണ്ടത്തെ പെമ്പിളരെ കണക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ വന്നിട്ട് കരയാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനെ തന്നെ. പിന്നെ അച്ഛന്റെ സ്വഭാവം വെച്ച് എന്റെ അമ്മ ഇന്ന് വരെ അച്ഛനെ ഒന്നും പറഞ്ഞിട്ടില്ല. മാമന്റെ സ്വഭാവം വല്ല എന്റെ അമ്മയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ എന്നെ പടം അയച്ചു അന്നേരം ഇരുന്നേനെ. സത്യം മക്കള് പറഞ്ഞു കേട്ടോ. പറയും, നീയല്ലേ വളർത്തണത്, പറയും, ഇങ്ങനെ പറയുള്ളൂ. അതെ, മുട്ടി നോക്കണ നമ്മളില്ലേ മുട്ടാനൊന്നും. കുറെ മുട്ടിയത് മതി. പഴയ ഗുണ്ടല്ലേ? അടിച്ച് പിരുത്തില്ല മക്കളെ, ഒന്നിനും പോവല്ലേ മക്കളെ, അപേക്ഷയാണ്. രാവിലെ ഫ്രീ ആയിട്ട് ഉപദേശം. അങ്ങനെ മീശയൊക്കെ പിരിച്ചിട്ട് എന്തോന്ന് കാര്യം? ഡയലോഗിന് മാത്രം മീശ പിരിക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ നടക്കണം. പേടി ആർക്ക് പേടി? നിനക്ക് പറയാം, രാംകുമാർ സാറിനെ ഒന്ന് വിളിക്കട്ടെ. എനിക്ക് എല്ലാ കാര്യങ്ങളും. ഗുണ്ടടാ പോണ്. ഹലോ, ആ ആന്റി, കാർത്തോടുണ്ടോ? ഒന്ന് കൊടുക്കോ. ആര് കാർത്തു? എന്താ ചെയ്യണേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇവിടെ വരുമോ? പെട്ടെന്ന്, ബോറടിക്കണം. പെട്ടെന്നോ. എന്താടി ഒരു ക്ഷീണം? പുതിയ കോച്ച് എന്നെ ഒന്ന് കൊന്നടി. കൈയൊന്നും അനക്കാൻ വയ്യ. ഓഹോ, നീ എന്താ ഫോണില്? അല്ല, ഫോണ് അത് കാർത്തും കണ്ണനൊക്കെ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇതാര് മുകുന്റെ കൂടെ? ഇതാര്? നീയല്ല ഇത്? അത് സാറ് പറഞ്ഞു തോട്ടപ്പണിക്ക് ആള് വേണം, ഞാൻ കൊണ്ടുവന്നതാ. സാറിനെ വിളിക്ക്. വിളിക്കാം. സാറേ, അയ്യോ അച്ഛാ. എടാ മുകിലേ, നീ എവിടെയാണ്? 2 ദിവസം കണ്ടില്ലല്ലോ നിന്നെ. അത് വേറെ പണി ഉണ്ടായിരുന്നു എനിക്ക്.
എന്താണ് പിന്നെ ഇതാര്? ആ ഇത് സാറ് പറഞ്ഞു തോട്ടപ്പണിക്ക് ആള് വേണമോ, ഞാൻ കൊണ്ടുവന്നാ. നിനക്ക് അറിയാമോളെ? അറിയാമോ, എന്റെ അച്ഛനാ. എനക്കും അറിയാം, എന്റെ മോനാണ്. ശരി, നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇല്ലായിരുന്നോ? എന്തോ ഞാൻ കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നു സാർ. ഞാൻ ഒരു സേട്ടന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കായിരുന്നു. എവിടെ എപ്പോഴും സാറിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഒരു കിളങ്ങനുണ്ട് ഇതല്ലേടാ ഇത്? കിഴങ്ങനല്ല, തോട്ടപ്പണിക്ക് കിഴങ്ങ് കൃഷി കൃഷി ഉള്ളക്കിളങ്ങ് അതല്ലേ ബെട്ട? അതന്നെ. നമസ്കാരം. പണിയൊക്കെ അറിയാലല്ലേ? എന്തോ എല്ലാ പണിയും ഞാൻ ചെയ്യും സാർ. തോട്ടപ്പണിയൊക്കെ എല്ലാ പണിയും അറിയാം. വലിയ തോട്ടമൊന്നുമില്ല, ഈ കാണുന്ന ചെടികളൊക്കെയാണ്, പക്ഷെ എല്ലാം വിലപിടിപ്പുള്ള ചെടികളാണ്. അവള് എന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ നിന്ന് ആങ്ങളെ അടുത്ത് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ്. ഇതൊക്കെ നല്ല കാര്യമായിട്ട് നോക്കണം. ഞാൻ ഇന്നലെ സേട്ടന്റെ വീട്ടിൽ അമേരിക്കയിൽ നിന്ന് വരെ കൊണ്ടുവന്ന ചെടിയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? 2 റേഷൻ കാർഡുള്ള പുള്ളിയാ എന്റെ അച്ഛനാ. ആ, ഒന്ന് ബംഗാൾ ഒന്ന് കേരള. ഞാൻ അന്ന് കിറ്റ് കൊണ്ട് തന്നെ ഓർമ്മയുണ്ട്. അത് പുള്ളി തന്നതാ. അയ്യോ, അത് എനിക്ക് കിട്ടിയ കിട്ടാണ്. അത് എനിക്ക് മുഖ്യമന്ത്രി തന്ന കിട്ടാണ്. അത് അച്ഛൻ എനിക്ക് തന്നതാ, ഞാൻ കൊണ്ടു തന്നെ. ഈ രണ്ടാമത് നിൽക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്? ചുമ്മാ കുണിയണ അതൊന്ന് സാർ. ഈ ജോലിക്ക് സാറ് പറയുന്ന എന്ത് ജോലി ഞാൻ ചെയ്തോളാം. ശമ്പളം എത്ര കിട്ടി സാർ? സഹായം അല്ലേ അപ്പൊ? സഹായിക്കുന്നതിന് ശമ്പളം എത്ര കിട്ടുമെന്നാണ് പ്രശ്നം. ബംഗാളികളുടെ പ്രശ്നം ഇതാണ്. വന്ന് കുനിഞ്ഞു നൂർന്നു കഴിഞ്ഞാൽ ഉടനെ പൈസ കൊടുക്കണം. പക്ഷെ നിങ്ങൾ മലയാളം കുനി നിവർന്നില്ലല്ലോ. എടാ ചന്തു, നീ ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചില്ല. നാണും ഒന്നും കളിച്ചില്ല. ചുമ്മയാണ്. ആരെങ്കിലും മേടിച്ചു കൊടുക്കണ പൊറോട്ടയും ബീഫൊക്കെ തിന്നിട്ട് വന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചുള്ള സൈസി കഴിച്ചില്ല. പിങ്കി ചുമ്മാരി. അപ്പോ ഞാനേ അവളെ വിളിക്കാം. ഓ മണി, മണിയേ, ചേച്ചി, ആന്റി, ആന്റി, ചേച്ചി വിളിച്ചു. എടി ഇതേ നമ്മുടെ മുകിലിന്റെ അച്ഛനാണ്. അപ്പൊ നീ എപ്പോഴും പറയില്ലേ ഇവിടെ ചെടിയൊക്കെ നോക്കാനായിട്ട് ഒരാളെ വേണമെന്ന്, വെള്ളം നനയ്ക്കാനൊക്കെ. അപ്പൊ പുള്ളി ഇതിന് വേണ്ടി മുകിൽ കൊണ്ടുവന്നതാണ്. ആ പൈസ അത് നോക്കാം, സാലറി എന്താന്ന് ചോദിച്ചാ നോക്കാം. അണ്ണാ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആരാ സാർ ഇത്? അടുത്ത വീട്ടിലെ കുട്ടികളാണ്. ഓ, നാം വിചാരിച്ചു ഇത് ഇവിടത്തെയാണെന്ന്. എല്ലാം ഇവിടത്തെ കുട്ടികൾ തന്നെ, പക്ഷെ ഉയര് പോയി അല്ലേ ബേട്ടാ? കുസൃതികളാ. പറയാം. നീ ഇവിടെ എല്ലാം കാണിച്ചു വിടും. ഞാൻ കാണിക്കാം. अच्छा ഇത് തുടരാ, ഇത് പിടിച്ച് പയ്യടാ. ഇവന്റെ കാര്യം പണ്ടത്തെ പോലെ തന്നെ പ്രായം വാങ്ങിയിട്ട് ഒരു മാറ്റവും അല്ലേ. നല്ല പണിയുണ്ട്, നല്ല പണി. ഇതേത് ചെടി? ഇത് പിങ്കിടാ. പിങ്കി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത് കേട്ടാ. ഇത് മണി പ്ലാന്റ് അല്ല, അത് വേറെ. ഏട് എനക്കറിയാം, ചേട്ടന്റെ അവിടെ ഇതില്ല. ഇത് കവുങ്ങ്. അല്ല, ഇത് വേറെ ആണ്. ആന്റി എവിടെ നിന്ന് കൊണ്ടുവന്നതാ? പേരക്ക ഇല്ലേടാ? പേരക്ക അവിടെ ഉണ്ട്. അയ്യോ മാവ്. ഇത് നിറയെ പണിയുണ്ട് കേട്ടാ. ചേട്ടന്റെ അവിടെ ഒണ്ണിയില്ലായിരുന്നു, ഇവിടെ എല്ലാം നിറയെ പണിയുണ്ട്. കട്ടടി മരം ഉണ്ടല്ലോ, കട്ടടി ചെറിയ കട്ടടി മരമല്ല, അത് കാട്ടുവരമ്പ് ആടിക്കോളും. ഓ അയ്യോ, ഇതേത് മരം? അത് പേരില്ലാട്ട മരം. പണി. അപ്പൊ തുടങ്ങാം. ഹെഡ്സെറ്റ് നിക്ക്. വേഗം ഹെഡ്സെറ്റ് വേണം. എടേ, ഹെഡ്സെറ്റ് ഉണ്ടെങ്കിലല്ലേ കാര്യം നടക്കൂ. എനിക്ക് ഹെഡ്സെറ്റ് വേണ്ടേ? ഞാൻ പാപ്പ ഉപയോഗിക്കാം. ഞാൻ പോട്ടെ? നീ പോണാ? നീ പൊക്കോ, ഞാൻ നോക്കോളാം. വെള്ളം വരണം, വെള്ളം. ഇതടാ. എവിടെ പോയി? എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ വെച്ചെടുത്ത് കിട്ടാത്തൊരു വീട്. പിള്ളേരെ സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സകല സാധനം അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് 2 എണ്ണം. നീ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റൂല. മണി മാഡം, ചോറായ 2 മണിക്കെങ്കിലും ആവോ? 2:30 വല്ല കുഴപ്പമുണ്ടോ? ഏയ് മുൻകോപക്കാരി. നല്ല മഴ മണി. മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അപ്പൊ നിങ്ങൾ ഉണക്ക പഴയ പാട്ട് കൊണ്ടുവരും. മിണ്ടി പോരുത്. ഉണക്കപ്പാട്ടാ? എടി പണ്ടേ നമ്മുടെ വീട്ടിൽ റേഡിയോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് കൊച്ചേട്ടന്റെ വീട്ടിൽ പോകും.
ആറ്റിങ്കര കൊച്ചേട്ടന്റെ അവിടെ പോയി പാട്ട് കേൾക്കും. ഓ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കൊച്ചേട്ടൻ ചോദിക്കും കട്ടൻ കറക്റ്റ്. ഇവനെങ്ങനെ അറിയാം? കുടിക്കാൻ കട്ടൻ ചേച്ചി. ഉണ്ടാക്കി വെച്ച് കുടിച്ചു കുടിച്ചു കുടിച്ചു. പുറത്ത് നല്ല മഴ. ചൂടണ്ടേ? ആ. ഇപ്പൊ ഒഴിച്ചോളൂ. താർപ്പ കിട്ടോ? എന്തിന് എന്തിന്? ഇങ്ങനെ ഗട്ടിട്ടേ വെള്ളം ഒടിക്കാൻ. ഈ മഴയത്താ? ആ. ചെടിക്ക് വെള്ളം ഒഴിക്കല്ലേ? മഴയത്ത് ടാർപ്പ് കെട്ടി വെള്ളം ഒഴിക്കാൻ. അപ്പൊ വെള്ളം ഒളിക്കണ്ടേ? വേണ്ട, മഴ കട്ടൻ കഴിഞ്ഞിട്ട് കുടി, ഒഴിക്കാം. കട്ടൻ കുടി. അങ്ങനെ കൊച്ചേട്ടൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ വിളിക്കും കുട്ടാന്ന്. കുട്ട വേണം, പോച്ച പറിക്കാൻ കുട്ട വേണം ചേച്ചി. എന്റെ പ്രേംചന്ദേ, അവിടെ എവിടെയെങ്കിലും കാണും കുട്ട. പിള്ളേർക്ക് ചോദിക്കും. ഓ ഓ ഓ സാധനങ്ങള് എന്തായിരുന്നു കൊച്ചേട്ടന്റെ അടുത്തൊക്കെ? നല്ല രസമായിരുന്നു. കൊച്ചേട്ടൻ ആളുണ്ടോ? പഴംപുരാണം. പഴംപുരാണ് നീ പാടി, നിനക്കൊല്ല അറിയുമ്പോ. പാട്ടും റേഡിയോ ഇത് തന്നെയായിരുന്നു കൊച്ചേട്ടന്റെ ജീവിതം. വയസ്സായി, ഇപ്പൊ കാണുമെന്തോ. ഒരു ദിവസം പോയി നോക്കണം. വിളിച്ചു നോക്കാനാണ് നമ്പരില്ല. അയ്യോ, എന്റെ ഫോൺ റൂമിലാണ്. രാംകുമാർ സാർ വിളിച്ചു കാണും ചിലപ്പോ. രാംകുമാർ സാറ് ഇന്നലെയും ഭയങ്കര നിങ്ങൾക്ക് രാംകുമാർ സാറിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അയ്യോ, എന്റെ അച്ഛന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാംചന്ദ്. ഇതാ, ഇത് രാംചന്ദ് അല്ല, രാംകുമാർ സാർ, എന്റെ ഓഫീസർ. ഓ സോറി. ചെല്ല്. ശരി ശരി ചേച്ചി. എല്ലാം കൊള്ളാം. ഇവിടെയുള്ള ഒരു സാധനവും കാണില്ല. ഇവിടുത്തെ സാധനങ്ങൾ എടുത്തോണ്ട് റൂമിൽ വെച്ച ഇനിയിപ്പം. റിങ്കി, എനിക്ക് സൈക്കിൾ പഠിച്ചാ കൊള്ളാന്നുണ്ട്. ഓ, ഇനി അതിന്റെ കൂടി കുറവേ ഉള്ളൂ. എടാ മുകുൾ ചന്തേ, ഈ സൈക്കിൾ പഠിക്കണോടാ. എന്നെ കാട്ടിനാണ് എന്റെ അച്ഛൻ പാപ്പ പഠിപ്പിക്കും. വിളി അച്ഛാ. ഓ യാ ക്യാ ബേട്ടാ? സൈക്കിൾ സൈക്കിൾ അങ്ങ് സൈക്കിള് സൈക്കിൾ സൈക്കിള് പഠിപ്പിക്കും. സൈക്കിൾ ചേട്ടന്റെ മക്കളെ നാടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആർക്കൊക്കെ പഠിക്കണം? എനിക്ക് എവരെ പഠിപ്പിക്കണോ? ആദ്യം മോളിക്കൽ. ഇതിപ്പോ എങ്ങനെ കേറണേ? പെടലി സവിട്ട് ആ പെടലി സവിട്ട് കുട്ടി. ഇത് ഏത് കുട്ടി? ഇത് പിങ്കി ചവിട്ടണോ? സവിട്ട് ഇടങ്ങടിയുടെ സോറും കടിക്കില്ലേ? എന്തോ മിനിക്ക് വെരി ഗുഡ്. ഈ അങ്കിളുണ്ട്. അങ്ങനെ വെരി ഗുഡ്. എന്താണ് കാണിച്ചത്? 2019 പറമ്പാവിൽ നിന്ന് അടിച്ചു മാറ്റിയ സൈക്കിൾ. പത്തിടങ്ങളിലെ സോറും കഴിച്ച് ഇങ്ങനെ വന്നങ്ങ് വീഴും. ഇതെന്തൊരു കഷ്ടമാണിത്. എന്റെ സൈക്കിൾ പോയി, ശമ്പളമില്ല, ആഹാരമില്ല. ഇനി ഈ സൈക്കിൾ തൊട്ട കൊന്നു കളയും. നീ ഒട്ട നടക്കുന്ന പപ്പ അടല്ല. പോടാ. കൈപ്പമ്മേ, അത് ബപ്പേ കാത്രേ. എന്ത് നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പറ്റിപ്പോയി. എനിക്ക് വിശക്കണ്. നമുക്ക് അടുക്കള പോയി വല്ലതും തിന്നല്ല. നല്ല ഐഡിയ. ഓ എപ്പ നോക്കിയാലും നമസ്കാരം. ഈ നമസ്കാരം വിഷം കൊടുത്തേക്കെന്ന് പറഞ്ഞു മേള നമസ്കാരം പറയും. കേൾപ്പോ നമസ്കാരം. अगर तुम അവളാരുമില്ല. ഞാൻ കാര്യം ചെയ്യാം, നിങ്ങൾ ആ വഴി പൊക്കോ, ഞാൻ അങ്കിൾ ആന്റി നോക്കിട്ട് വരാം. പൊക്കോ. ഒന്നുമില്ല ഇവിടെ. ചേച്ചി, അങ്കിളും എന്റെ മോള് ഭയങ്കര ചർച്ചയിലാണ്. ഇത് പായസം ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ആയിരിക്കും.
പച്ചക്കറി വെള്ളം ഇവിടെ നീ പഞ്ചസാര അടിക്കണോടാ? ചേട്ടൻ പഞ്ചസാര കൊതിയനാണ്. കഷ്ടം. കഷ്ണം തന്നെ. കഴിച്ചോ. അയ്യോ ഇതൊക്കെ എന്തോന്ന്. എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ നിന്റെ കൂടെ മേളിൽ ഇരിക്കല്ലോ. ആ നിങ്ങളോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നു. പട്ടിയെ പൂച്ചെല്ലാം കയറിയായിരിക്കും. ഇത് പട്ടിയും പൂച്ചൊന്നും കയറിയതല്ല. പഞ്ചസാരയുടെ ടിന്ന് ഇതാ തുറന്നിരിക്കുന്നത്. ഇത് തുറന്നു വെച്ചേക്കണം, പൊട്ടിച്ചിട്ടേക്കണം. മുഗൾചന്ദ് മുഗൾചന്ദ് അതാര്? ഏയ് മോശമല്ലേ ഇതൊക്കെ? നിങ്ങൾ ചോദിച്ചാൽ തരുമായിരുന്നല്ലോ. വന്ന് കേറിന്റെ അന്ന് നിങ്ങൾ പുറത്തു പോകണം. പുറത്തു പോയി പണി. ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു. ചട്ടിയും പൊട്ടിച്ച് നോക്ക്. ഇത്ര പ്രായമുള്ള ആള്. ആ മുകിൽചന്ദ് എന്ത് നല്ല പയ്യൻ. വീട് വച്ചതിന് ശേഷം ആറും ഇവിടെ പുള്ളു സെത്തിയിട്ടില്ല. കഷ്ടം. എല്ലാം എന്റെ മണ്ടൈ. എണ്ണ തീരോ എന്തോ. കൊട്ടാരം പോലുള്ള വീട് വച്ചിട്ട് നമ്മളെപ്പോലുള്ള പാപ്പട്ടാറെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കും. കണ്ടോ എന്റെ അച്ഛൻ പണി ചെയ്യുന്നത്? കണ്ടോ? അധ്വാനിയല്ലേ? കണ്ടോ? ഹായ്. നീ എന്താ ഇവിടെ? വാടാ ഇങ്ങോട്ട്. ഞാൻ പറയില്ല. അച്ഛൻ ചെയ്യ അച്ഛാ. ഞാൻ പറൂല്ലേ ഇവിടെ പണി കിടക്കണ്ടെന്ന്. വാടാ. ഇല്ല അച്ഛൻ ചെയ്യ അച്ഛാ. ബംഗാളികളെ സ്ഥാനത്ത് നിൽക്കണം. ചുമ്മാ യവവറ കൂടെ തന്നെ എപ്പോൾ. കൊട്ടാരം പോലുള്ള വീട് വച്ചിട്ട് നമ്മളെപ്പോലുള്ള പാപ്പട്ടാറെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കും. ചുമ്മാതല്ല, ഈ മലയാളികൾ ഒട്ട ഓർത്താണ് രക്ഷപ്പെടാത്തത്. എല്ലാത്തിനും ബംഗാൾ തിണ്ടണം കടക്കണം, അല്ലാതെ ഒന്നുമില്ല. ഇതിൽ പാറയുണ്ടോ? ഇപ്പൊ വന്ന് എപ്പോഴും പൈസ വേണം ഇവൾക്ക്. എന്തും വേണം. പറച്ചില് കേട്ടാ തോന്നുന്നു അവള് ലക്ഷക്കണക്കിന് രൂപ ദിവസം വന്ന് ചോദിക്കണമെന്ന്. അല്ല 50 100ഒക്കെയാണ് മാക്സിമം ചോദിച്ചിട്ടുള്ളത്. എടി 50 100 ആണെങ്കിലും ദിവസവും വേണ്ടേ? ദിവസവും കൊടുക്കണ്ടേ? ഇവിടെ വേറെ ചെലവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ സഹായത്തിന് ഒരാളെ പണിക്ക് നിർത്തിയിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മള് മുകിൽചന്ദിന്റെ അച്ഛനില്ലേ നന്നായിട്ട് പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. സാർ അവിടെ അച്ഛൻ എന്തോ വലിയ പ്രശ്നം നിൽക്കുക. പ്രശ്നോ? എന്തോ കലിപ്പ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. കലിപ്പോ? അതെനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോ നീ പോടാ എന്ന് പറഞ്ഞു. നീ വല്ലതും പറഞ്ഞ മണി? ഞാനൊന്നും പറഞ്ഞില്ല. വാ സാർ, വാ നമുക്ക് നോക്കാം. വാ വാ. എന്തു പറ്റി? അതായിരിക്കുന്നു. നോക്കാം. വാ വാ. എന്തു പറ്റി? എന്തു പറ്റി? അറിയില്ല. അച്ഛൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കും. പ്രേംചന്ദ് എന്തു പറ്റി? അടുത്ത് വളരരുത്. ആറും അടുത്ത് വളരരുത്. എന്ത് കാര്യം? എന്താണ്? ഒന്നില്ല. കാര്യം അറിയണ്ട, കീറി അറിയണ്ട, ആരും അടുത്ത് വരണ്ട. അത്ര തന്നെ. അയാൾ മൺവണ്ടിയൊക്കെ വെച്ചോണ്ട് ഇരിക്കുകയാണ്. മൺവണ്ടിയൊക്കെ വെച്ചിട്ട് തലയെടുത്ത് അടിച്ചെന്നാ. പറയരുത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ കാര്യം? ഓരോ പലഹാരവും വേണ്ട, ഒന്നും വേണ്ട, ആരും പറയണ്ട. പറ എന്താ? വീട് ഞാൻ ചോദിക്കാം. പ്രേംചന്ദ് എന്താ കാര്യം? പറ. വരരുത്. എന്താണ്? നമുക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാം? അടുത്ത് വരരുത്. വാ നമുക്ക്. എന്താ ഇത്? ഞാൻ നമ്മാട്ടിട്ട് വെട്ടിയപ്പോഴേ പൈപ്പ് പൊട്ടിപ്പോയി. അതാണ് പിടിച്ച് വലിക്കല്ലേ വരല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞത്.
ഇതിപ്പോ അടുത്ത പണിയായില്ലേ? ആ പണി ഞാൻ തന്നെ ചെയ്തോളാം. ഇത് സത്യം. മണി എന്തൊരു കഷ്ടമാണിത്. ഉരുളയ്ക്ക് പേര്